മാനവവിഭവശേഷി വികസനത്തിന് വിവിധ തലങ്ങളുണ്ട്. പ്രധാനമായിട്ടും 4 തലങ്ങളാണുള്ളത്. 1. വ്യക്തികൾ സ്വപരിശ്രമത്തിലൂടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്തെ ഓരോ പൗരനും, രാജ്യത്തെ ഓരോ വ്യക്തിയും അവൻ സ്വയം പരിശ്രമിച്ചുകൊണ്ട് അവൻ്റെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് മാനവ വിഭവശേഷി വികസനത്തിലെ 1ാമത്തെ തലം. 2. കുടുംബം വ്യക്തിയുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അവന് പഠിക്കാനുള്ള, അവന് കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിപാലനത്തിനുള്ള, അവന് പരിശീലനം നൽകാനുള്ള സാഹചര്യങ്ങൾ അവൻ്റെ കുടുംബം ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ച് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എപ്പോഴാണോ വിദ്യാഭ്യാസം വേണ്ടത് ആ കൃത്യസമയത്ത് അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ കുടുംബം തയ്യാറാകുന്നു. ഇത് തന്നെ കുടുംബം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ കഴിവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇടപെടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത്. 3. വിവിധ സ്ഥാപനങ്ങളും ഏജൻസികളും പഠനം, പരിശീലനം എന്നിവയ്ക്കുള്ള അവസരങ്ങൾ നൽകുന്നു. 4. രാഷ്ട്രം ജനങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നു. നമ്മുടെ രാജ്യം തന്നെ ജനങ്ങളുടെ മാനവവിഭവശേഷി രംഗത്ത്, മാനവവിഭവശേഷി വികസന രംഗത്ത് ധാരാളം പ്രവർത്തനങ്ങൾ ഇന്ന് രാഷ്ട്രം തന്നെ നേരിട്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ മാനവവിഭവശേഷി വികസനത്തിന് 4 തലങ്ങളാണുള്ളത്. 1ാമത്തേത് വ്യക്തികൾ, 2 കുടുംബം, 3 സ്ഥാപനങ്ങളും ഏജൻസികളും, 4 രാഷ്ട്രം